നമ്മള് ഇവിടെ നിന്ന് പോകുമ്പോ മറ്റുള്ളതെല്ലാം മറന്നാലും അതിന്റെ സ്ഥായിയായിട്ടുള്ളത് മറക്കരുത്. ദ ബ്ലെസ്സഡ് ഹോപ്പ്, ഭാഗ്യകരമായ പ്രത്യാശ. നമ്മൾ ഭക്ഷണം കഴിച്ചതും ക്യൂ നിന്നതും കിട്ടാതെ വന്നതും ഇതൊന്നും നമ്മുടെ മനസ്സിൽ അവശേഷിക്കരുത്. നമ്മുടെ ഓർമ്മയിൽ പുത്തനായിട്ട് തങ്ങി നിൽക്കുന്നത് തേജസ്സിന്റെ കർത്താവ്, അവന്റെ ആ മനോഹരമായ റീഅപ്പിയറൻസ്, പുനഃപ്രത്യക്ഷത, അതായിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. 2 പ്രാവശ്യം പരിമിതമായ സമയമെങ്കിലും നിങ്ങളോട് സംസാരിപ്പാൻ എന്നെ അത് അനുവദിച്ച ഭാരവാഹികൾക്ക് വന്ദനം. എനിക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടും പ്രസംഗിക്കാനുള്ള പരിശീലനം കർത്താവ് തന്നിട്ടുണ്ട്. ഞാൻ അല്പസമയം കൊണ്ട് എന്റെ ഈ ദൂത് അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതായ വാക്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. ഈ അധ്യായത്തിന് ദി ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ ഓഫ് അവർ ലോർഡ്, നമ്മുടെ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രാധാന്യമാണ് ചിന്തകന്മാർ കൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ അതിന്റെ ആദ്യത്തെ വാക്യം വായിച്ചു നോക്കിയാൽ ഇങ്ങനെയാണ്: ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി. 2 കൂട്ടം ആളുകളെ അല്ലെങ്കിൽ 2 വിഭാഗങ്ങളെ കർത്താവ് ഇവിടെ അഭിമുഖീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്ന്, യേശു ചിലരോട് സംസാരിക്കുന്നു. അതിനുശേഷം യേശു സ്വർഗത്തിലേക്ക് നോക്കുന്നു. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി. നമ്മുടെ കർത്താവ് നമുക്ക് എല്ലാ കാര്യത്തിലും മാതൃകയായിരിക്കുന്നു. ദൈവദാസന്മാരും വിശ്വാസികളുമെല്ലാം ഇത് പ്രത്യേകം ഒന്ന് കുറിക്കൊള്ളേണ്ടതാണ്. ജനത്തോട് സംസാരിക്കുവാൻ നമുക്കുണ്ട്. വി ഹാവ് ടു പ്രീച്ച്, വി ഹാവ് ടു ഇൻഫോം. എന്നാൽ അതുകൊണ്ട് മാത്രമായില്ല, നാം സ്വർഗത്തിലേക്ക് നോക്കുന്നവരുമായിരിക്കണം. ഇന്ന് അനേകം ആളുകളും അത് വെറുതെ മനുഷ്യരോട് മാത്രം ഇടപെട്ട് അവരുടെ സമയം ചെലവഴിക്കുന്നവരാണ്. സ്വർഗത്തിലേക്ക് നോക്കുവാൻ പലർക്കും സമയമില്ല. ചില ആളുകൾ മുഴുവൻ സമയവും ഇങ്ങനെ സ്വർഗത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്ന് ഭൂമിയിലെ കാര്യങ്ങൾ മറക്കുകയും തങ്ങളുടെ കർത്തവ്യങ്ങളെ അത് പലപ്പോഴും അവഗണിക്കുകയും ചെയ്യുന്നതായിട്ടുണ്ട്. അതും ശരിയല്ല. നാം ദൈവവചന ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനയ്ക്കും തുല്യ പ്രാധാന്യം നൽകണമെന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കും. കർത്താവായ യേശുക്രിസ്തു ഒരു മഹാപുരോഹിതനായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യഥാർത്ഥ പുരോഹിതനാണ്. ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിൽ മീഡിയേഷൻ നടത്തുന്ന അല്ലെങ്കിൽ മധ്യസ്ഥ ശുശ്രൂഷ നടത്തുന്ന സാക്ഷാൽ മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവ്. ഈ അധ്യായത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതിനെ വളരെ വിസ്തരിച്ച് പ്രസംഗിക്കുവാൻ ഞാനിപ്പോൾ ഒരു സാവകാശം എടുക്കുന്നില്ല. എങ്കിലും ചുരുക്കം ചില കാര്യങ്ങൾ പറയട്ടെ. ഈ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ സ്വർഗത്തിലേക്ക് നോക്കി നമ്മുടെ കർത്താവ് പറഞ്ഞത്, പിതാവേ, നാഴിക വന്നിരിക്കുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ തന്റെ പരിശുശ്രൂഷയുടെ ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ പല പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കുന്ന ഒരു ശബ്ദമാണ് നാഴിക, നാഴിക, നാഴിക. കാനാവിലെ കല്യാണ വിരുന്നിൽ വെച്ച് അത് വെള്ളം വീഞ്ഞാക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ പ്രയോഗം കേൾക്കുന്നുണ്ട്. അവർക്ക് വീഞ്ഞില്ല എന്ന് വിശുദ്ധ മറിയാം യേശുവിനോട് പറയുമ്പോൾ നമ്മൾ വല്ലവരും ആയിരുന്നെങ്കിൽ പറഞ്ഞേനെ, വീഞ്ഞില്ലേ, തീരെയില്ലേ, എപ്പോഴാണ് അത് അറിഞ്ഞത്? ഇങ്ങനെ അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളായിരിക്കും നമ്മുടേത്. എന്നാൽ യേശു അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല. കാരണം ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമൊന്നും യേശുവിനില്ല. അവിടെ വീഞ്ഞില്ലെന്നുള്ള വിവരം മറിയാം അറിയുന്നതിന് മുമ്പ് തന്നെ യേശു അറിഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. നോ ക്വസ്റ്റ്യൻ ഓഫ് ഇൻഫർമേഷൻ.
അവിടെ വിവരം കിട്ടുന്ന പ്രശ്നമൊന്നുമില്ല. യേശുവിന് ആകെപ്പാടെ പറയാനുള്ളത് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലെന്നാണ്. ഇടയ്ക്ക് നിങ്ങളോട് പറയട്ടെ, ചില ആളുകളോട് നമ്മൾ ആത്മീയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, മാനസാന്തരപ്പെടണമെന്നും സ്നാനപ്പെടണമെന്നും ഒക്കെ പറയുമ്പോൾ അവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നാഴിക വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആ അർത്ഥത്തിലല്ല കർത്താവ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞത് മറ്റൊരർത്ഥത്തിലാണ്. 40-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, ദൈവദിനം പഠിച്ചിട്ടുള്ളവർക്കറിയാം, മെസ്സിയാനിക് തോട്ട്സ്, മെസ്സിയാനിക് ഇൻസൈറ്റ്സ്, അല്ലെങ്കിൽ ലോകത്തിലേക്ക് വരുവാൻ പോകുന്ന മെസ്സിയായെ സംബന്ധിക്കുന്ന പ്രാവചനികമായ പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. 22-ാം സങ്കീർത്തനം ഫുള്ളി മെസ്സിയാനിക്കാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതം ഇങ്ങനെ ഒപ്പിയെടുത്തതുപോലുള്ള ഒരു സങ്കീർത്തനമാണ്. എന്നാൽ ഈ 40-ാം സങ്കീർത്തനത്തിൽ മെസ്സിയാനിക് തോട്ട്സ് ഉണ്ട്, കർത്താവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിലൊന്നിതാ, ഞാനത് അതേ വാക്യങ്ങളായിട്ട് വായിപ്പിക്കുന്നില്ല, എങ്കിലും ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചു, പാപയാഗവും ഹോമയാഗവും ഒന്നും നീ ചോദിച്ചില്ല. ഇതെന്താണെന്ന് ചിലപ്പോൾ വായിക്കുമ്പോൾ നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. ദൈവത്തിന് യാഗങ്ങൾ വേണ്ട എന്നാണ് അതിന്റെ അർത്ഥം. യാഗങ്ങൾ കൽപ്പിച്ച ദൈവം പരിശുദ്ധാത്മാവിനാൽ പറയുന്നു യാഗങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന് യാഗത്തിന്റെ പൊരുൾ മതി, യാഗത്തിന്റെ നിഴൽ വേണ്ട എന്ന്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൈവം യാഗങ്ങളുടെ നിഴലുകളാൽ, സൂചനകളാൽ ഫെഡപ്പായ ദൈവം, അല്ലെങ്കിൽ അതുകൊണ്ട് പൊറുതിമുട്ടിയ ദൈവം സങ്കീർത്തനക്കാരനിലൂടെ പരിശുദ്ധാത്മാവിനാൽ പറയുകയാണ്, ഇനിയും യാഗങ്ങൾ ഒന്നും വേണ്ട, ഞാനത് ചോദിക്കുന്നില്ല എന്ന്. അങ്ങനെ ആരാധനയുടെ മണ്ഡലത്തിൽ ഒരു സ്തംഭനാവസ്ഥ വന്ന് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അത് മാനവജാതി ഇങ്ങനെ പതറി നിൽക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പ്രൈസ് ദി ലോർഡ്. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. പ്രിയരെ, ഇതൊക്കെ എവിടെ നടന്ന കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് സ്വർഗീയ ആലോചന സഭയിൽ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന കർത്താവായ യേശു തന്റെ പിതാവിന്റെ സന്നിധിയിൽ ഉച്ചരിച്ചതായ വാക്കുകളായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. യാഗങ്ങളാൽ ദൈവത്തിന് പ്രസാദമില്ല എന്ന് ദൈവം പ്രഖ്യാപിച്ചപ്പോൾ മാനവജാതിയുടെ രക്ഷ വഴിമുട്ടി നിൽക്കുന്നതായ ഈ സമയത്ത് മനുഷ്യർക്ക് വേണ്ടി ഒരു പുതുവഴി, രക്ഷയുടെ ഒരു മാർഗം വെട്ടി തുറന്നുകൊണ്ട് കർത്താവായ യേശു മുന്നോട്ട് വന്ന് പറയുകയാണ്, ഇതാ ഞാൻ വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വന്നതാണ്. നമ്മളാരും അവനെ ക്ഷണിച്ചു വരുത്തിയതല്ല. അവൻ സ്വമനസാ നമുക്ക് വേണ്ടി വന്നതാണ്. കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു യോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ ഈ എഫേസോസിലെ ആരാധന മൂർത്തിയെ സംബന്ധിച്ച് ഇങ്ങനെ സംഗതി ദിവസമായിട്ട് അവസാന ആ യോഗത്തിൽ പറഞ്ഞു. അതായത് പൗലുസും മറ്റും അവിടെ ചെന്ന് അർത്തമീസ് മഹാദേവിക്കെതിരായിട്ട് പ്രസംഗിച്ച സമയത്ത് ദേമേത്രിയോസ് എന്ന് പറയുന്ന ഒരു തട്ടാനും കൂട്ടരും എല്ലാം കൂടെ കൂടി വലിയ ബഹളമുണ്ടാക്കി. അതിനുശേഷം അവര് അവിടുത്തെ അർത്തമീസ് മഹാദേവിയുടെ ആരാധനക്കാരെല്ലാം കൂടെ കൂടി ഇങ്ങനെ ആരവാരമിട്ടു. ആ ദേവിയെക്കുറിച്ച്, അവരുടെ ദേവതയെക്കുറിച്ച് അവർ വളരെ പുകഴ്ചയായിട്ട് പറഞ്ഞ ഒരു കാര്യം വേദപുസ്തകത്തിലുണ്ട്. ഞാനിത് വായിക്കുമ്പോൾ ഓർക്കാറുണ്ട്, ഈ ലജ്ജയായതിൽ മാനം തോന്നുന്നു എന്ന് പറയാറുണ്ടല്ലോ, അതിന്റെ ഒരു വകഭേദമായിരുന്നത്. അവരവരുടെ ദേവിയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു കേൾക്കണോ, ഞങ്ങളുടെ അർത്തമീസ് മഹാദേവി ദ്യോവിൽ നിന്ന് വീണവളാകുന്നു,
അവരുടെ ദേവിയുടെ ഗുണമാണ്, അവരുടെ യോഗ്യതയാണ്. ഒരുത്തന്റെ യോഗ്യത പറയുന്ന കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അവൻ വളരെ യോഗ്യത ഉള്ളവനാണ്, അവൻ മരത്തേന്ന് വീണവനാണ്? ഒരു വീഴ്ച എന്ന് പറയുന്ന ഒരു യോഗ്യതയാണ്. അർത്തമീസ് മഹാദേവി ദ്യോവിൽ നിന്ന് വീണതാണ്. വീണെന്ന് മാത്രമല്ല, ക്ഷേത്രപാലകയും കൂടിയാണ്. അവള് ഈ പട്ടണത്തെ മുഴുവൻ പാലിക്കുകയും കൂടെ ചെയ്യും. തന്നെത്താൻ വീഴാതെ സൂക്ഷിക്കാൻ കഴിയാത്ത ഈ വ്യക്തിയാണോ ക്ഷേത്രപാലക? അവളാണോ ഈ എഫേസോസ് നഗരിയെ കാവൽ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ അവിടെ ആർക്കും ബുദ്ധിയുണ്ടായി? എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്താ ഈ പ്രസ്താവനയുടെ അർത്ഥമെന്നറിയാമോ? നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടി യെശയ്യാപ്രവചനം 14-ാം അധ്യായം, എസെക്കിയേൽ 28 തുടങ്ങിയ അധ്യായങ്ങൾ ചേർത്ത് വായിക്കണം. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? സ്വർഗത്തിൽ നിന്ന് എങ്ങനെ നീ വെട്ടേറ്റ് വീണു? പിശാച് തറയെ വന്നത് എങ്ങനെയാണെന്നറിയാമോ? മനസ്സോടെ വന്നതല്ല, വീണതാണ്. എന്നാ യേശു ഭൂമിയിൽ വന്നത് വീണതല്ല, വന്നത്. ഇതാ ഞാൻ വരുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി മനസ്സോടുകൂടി കടന്നു വന്ന ആ കർത്താവായ യേശുവിനെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കും. വേറൊരു കാര്യം, ഈ പ്രത്യേകിച്ച് കേരളീയരായ നമുക്ക് പല ഗുണങ്ങളുണ്ടെന്ന് ഇവിടെ പറഞ്ഞല്ലോ. ശരിയാണ്. എന്നാൽ നമുക്ക് ഒരു ദോഷമുണ്ട്, നമ്മൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. അതുകൊണ്ട് പറയാം. ഒരാള് നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ച് ന്യൂയോർക്കിന് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ വഴിക്ക് ആരെങ്കിലും ചോദിക്കാൻ നിൽക്കട്ടെ, എങ്ങോട്ട് പോകുന്നു? തിരുവനന്തപുരം. അടുത്തായിട്ട് എന്തിനു പോകുന്നു? ചുമ്മാ പോകുന്നു. അതുകൊണ്ട് മിക്കവാറും ആ യാത്ര ചുമ്മാതായിരിക്കുകയും ചെയ്യും. പലരുടെയും ജീവിതത്തിൽ ഒരു ലക്ഷ്യവും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ചുമ്മാതെ പോകുന്നവനാണ്. അവനൊരു കാര്യവും വെറുതെ ചെയ്യുന്നവനാണ്. അവൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത് ചുമ്മാതെയല്ല, വെറുതെയല്ല. നമ്മളെയൊക്കെ ഒന്ന് കണ്ട് കുശലം പറഞ്ഞിട്ട് പോകാനാണ്. അവൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ താൻ എന്തിനു വേണ്ടിയാണ് പുറപ്പെടുന്നതെന്ന് നേരത്തെ പ്രഖ്യാപിച്ചു. യേശുക്രിസ്തുവിന്റെ മാനിഫെസ്റ്റോ. താൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നതിന്റെ ആഗമന ഉദ്ദേശം, ഇന്റൻഷൻ ഓഫ് ഹിസ് കമ്മിങ്, പർപ്പസ് ഓഫ് ഹിസ് കമ്മിങ്, പർപ്പസ് ഓഫ് ഇൻകാർണേഷൻ, ജഡാവതാരത്തിന്റെ ഉദ്ദേശം. അതെന്താണെന്നറിയാമോ? എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇന്ന് അനേകം ആളുകൾ ഞരങ്ങിക്കൊണ്ട് മാനസാന്തരപ്പെടുമ്പോൾ ഇന്നാരും എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ സ്നാനപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ദൈവകൽപ്പനയ്ക്ക് വശംവദരാകുമ്പോൾ ഇവിടെ ഇതാ ഒരുവൻ ഇഷ്ടപ്പെടുന്നു, പ്രിയപ്പെടുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു, ഞാൻ അതിൽ പ്രിയപ്പെടുന്നു. തിരുവെഴുത്തുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ചെയ്തെടുക്കുവാൻ ഞാൻ വരുന്നു. അതിന്റെ എംബോഡിമെന്റാണ്, അതിന്റെ റിയലൈസേഷനാണ്, അതിന്റെ പൂർത്തീകരണമാണ് ബേത്ലഹേം ഗോശാലയിൽ നമ്മൾ കാണുന്നത്. അതിന്റെ തുടർച്ചയാണ് നമ്മൾ അത് കാനാവിലെ കല്യാണ വിരുന്നിൽ കാണുന്നത്. അതിന്റെ പരിസമാപ്തിയാണ് നമ്മൾ ഗോകുൽത്തായിൽ കാണുന്നത്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായി പ്രിയപ്പെടുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഇനിയും താന് ഈ ലോകത്തിൽ വന്നു. 30 വയസ്സുവരെയും താൻ ഈ ലോകത്തിൽ അതേ ഒരുക്കനാളുകളായിട്ട് ജീവിച്ചു. എന്നോട് തന്നെ പല ആളുകൾ ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് യുക്തിവാദികളും ചിന്തകന്മാരുമായ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഒരു അജ്ഞാത കാലം കാണുന്നുണ്ട്, അൺനോൺ പീരിയഡ്. 12ാമത്തെ വയസ്സിൽ അവന് ദേവാലയത്തിൽ
കാണുന്നു. അതിനുശേഷം പിന്നെ ഒരു 18 വർഷം കാണുന്നില്ല. അത് കഴിഞ്ഞിട്ട് 30-ാമത്തെ വയസ്സിൽ യോർദാന്റെ കടവിൽ വെച്ച് കാണും. ഈ 18 വർഷം താൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് അങ്ങനെ ചോദിക്കുന്നവരോട് ഇഷ്ടമാണ്. അങ്ങനെ ചോദിക്കുന്നവർ പഠിക്കാൻ ചോദിക്കുന്നവരാണ്. യേശു എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നവരോട്. എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ലാതെ നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന ചില ആളുകൾ. ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു 12-ാമത്തെ വയസ്സിന് ശേഷം 30-ാമത്തെ വയസ്സ് വരെ എവിടെയായിരുന്നെന്ന് അറിയാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അറിയാമെങ്കിൽ പറയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യേശു അതിനുശേഷം ഒരു ദേശാന്തരിയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യും. അങ്ങനെ പല സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്തിട്ട് ഒടുവിൽ ടിബറ്റ് വഴി ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ ഏതോ സന്യാസിമാർക്ക് കീഴ്പ്പെട്ട് ഹഠയോഗം പഠിച്ചു. വെള്ളത്തിന്റെ മുകളിൽ കൂടിയൊക്കെ നടക്കുന്ന വിദ്യയൊക്കെ അങ്ങനെ യേശു പഠിച്ചതാണ് എന്നൊക്കെ ഈ മനുഷ്യനോട് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു, എനിക്കത് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം യേശു വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കുന്ന വിദ്യ ഇവിടുന്ന് പഠിച്ചതാകാൻ നിവൃത്തിയില്ല ഇന്ത്യയിൽ നിന്ന്. കാരണം ഇന്ത്യയിൽ ഇപ്പൊ അങ്ങനെ നടക്കുന്ന ആരുമില്ല. ഒന്ന്. മറ്റൊന്ന്, ഈ അടുത്ത കാലത്ത് ഒരു സന്യാസി ബോംബെയിൽ വെച്ച് വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാവെന്ന് പറഞ്ഞ് വലിയ പരസ്യം നടത്തി കൂപ്പണൊക്കെ വിറ്റ് കോടിക്കണക്കിന് പണം ഉണ്ടാക്കി. അദ്ദേഹം വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കുന്ന കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ചുകൂടി. പക്ഷേ വെള്ളത്തിന്റെ ഉള്ളിലോട്ട് താണു പോവുകയാണ് ചെയ്തത്. ഒടുവിൽ ആളുകളെല്ലാം വെള്ളം കൂട്ടിയപ്പോൾ സന്യാസി പറഞ്ഞു, പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്, ഞാൻ പിരിച്ച പണം ഒന്നും തിരിച്ചു തരികയില്ല. ഞാന് അടുത്ത പ്രാവശ്യം ജയിലിക്ക് എപ്പോഴെങ്കിലും നടന്നു കാണിക്കാം എന്ന് പറഞ്ഞ് ആളുകളെ പിരിച്ചുവിടി കാണിച്ചു. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഇന്ത്യയിൽ നിന്നൊന്നും പഠിച്ചതല്ല. കാരണം യേശു ഒന്നും പഠിച്ചിട്ടില്ല. യേശു വിദ്യാഭ്യാസമേ ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്ന പോലെ ആർക്കും കീഴ്പ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനെ നന്നായിട്ട് അറിയാവുന്ന ആളുകൾ വേദപുസ്തകത്തിൽ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ, എങ്കിലും അവൻ ശാസ്ത്രമറിയുന്നു, അവന് ജ്ഞാനമുണ്ട്. പഠിക്കാതെ തന്നെ ജ്ഞാനമുള്ള ഒരുവൻ ആരാണെന്നറിയാമോ? ദൈവം. നമുക്കെല്ലാവർക്കും പഠിച്ചെങ്കിലേ ജ്ഞാനം കിട്ടുള്ളൂ. ഞാന് ചില നാളുകൾക്ക് മുമ്പ് ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. നിങ്ങളൊക്കെ അത് വായിച്ചാൽ അത്ഭുതം കൂറും. സുറിയാനി ഭാഷയിൽ നിന്ന് ഒരാൾ തർജ്ജമ ചെയ്ത ഒരു പുസ്തകമാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നു, യേശുവിനെ ഒരു കുടിപ്പള്ളിക്കൂടത്തിൽ നിലത്തെഴുത്ത് പഠിപ്പിക്കാനായിട്ട് കൊണ്ട് ചേർത്തു. എബ്രായ അക്ഷരമാലയിലെ ഏതാണ്ട് ഒരു അക്ഷരം യേശുവിന് എഴുതാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായി. അത് പല പ്രാവശ്യം ആശാൻ എഴുതി കൊടുത്തിട്ട് യേശുവിന് എഴുതാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ യേശുവിനെ ആശാൻ വടി കൊണ്ട് അടിച്ചു. അപ്പോൾ ബാലനായ യേശു ആശാനെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി നീ ആരെയും അടിക്കുകയില്ല. അപ്പോൾ ആശാൻ ചുരുണ്ട് അവിടെ കിടന്ന് മരിച്ചു. ഇങ്ങനെയൊക്കെ ആ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു കുടിപ്പള്ളിക്കൂടത്തിലും പോയിട്ടില്ല, കോളേജിലും പോയിട്ടില്ല, ഒരുത്തനോട് ഒന്നും പഠിച്ചിട്ടില്ല. എന്റെ സ്വന്തം ഭാഷയിൽ പറഞ്ഞാല് ഈ മിന്നാമിനിങ്ങെന്നും പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ഇങ്ങനെ അതിന്റെ പുറകിൽ ഒരു അല്പ വെളിച്ചമുണ്ട്, അതിന്റെ രാത്രി മാത്രമേ ഉള്ളൂ. അതിന്റെ അടുക്കലോട്ട് ഒരു ദിവസം മധ്യാഹ്ന സൂര്യൻ അങ്ങോട്ട് ചെന്നിട്ട് ഈ മിന്നാമിനിങ്ങിനോട് ഇങ്ങനെ അപേക്ഷിക്കുകയാണ്, മിന്നാമിനിങ്ങ്, നിന്റെ പ്രകാശത്തിൽ ഒരല്പം എനിക്ക് നീ കടം തരാമോ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ഒരു വിരോധാഭാസമാണ് അത്. ജ്ഞാനത്തിൽ പൂർണ്ണനായിരിക്കുന്ന, ഓംനീഷ്യന്റ് ആയിരിക്കുന്ന, സർവജ്ഞനായിരിക്കുന്ന ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി തന്നിൽ വാസം ചെയ്യുന്ന ആ കർത്താവായ യേശു ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു വിദ്യ പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാനാവിലെ കല്യാണ വിരുന്നിന് വീഞ്ഞില്ലെന്നുള്ള വിവരം ആരെങ്കിലും യാദൃശ്ചികമായിട്ട് പറഞ്ഞ് യേശു അറിഞ്ഞതല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവമായിരിക്കുന്നത് കൊണ്ട് അവൻ അത് അറിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരു മോഡേണിസ്റ്റ്
എവിടെയോ ഒരാള് ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയായിട്ട് കേട്ടിട്ടുണ്ട്. യേശു യെരിഹോവിൽ കൂടി കടന്നു പോകുമ്പോൾ, ഒരു കാട്ടത്തിയുടെ കീഴിൽ കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ, യാദൃശ്ചികമായിട്ട് തലയുടെ മുകളിൽ ഇല അനങ്ങിയ ശബ്ദം കേട്ട് മേലോട്ട് നോക്കിയപ്പോൾ ഒരുത്തൻ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ആ യേശു അയാളെ കണ്ടപ്പോൾ യേശു പറഞ്ഞു ഇറങ്ങി വരാൻ. ഇങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് യേശു യെരിഹോവിൽ പോയത് തന്നെ സക്കായിയെ മുൻകണ്ടുകൊണ്ടാണ്. നമ്മുടെ ദൈവം മുന്നറിവുള്ള ദൈവമാണ്, എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് എന്റെ നാഴിക ഇതുവരെ വന്നിരിക്കുന്നു എന്നുള്ള ആ വാക്കുകൾ ഉണ്ടല്ലോ, അത് മറ്റൊന്നുമല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാനെല്ലാം അറിയുന്നു, എന്നാൽ എനിക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമായിട്ടില്ല. അതാകുമ്പോൾ ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം. ആരും എന്നെ പ്രേരിപ്പിക്കേണ്ട, എന്റെ ദൈവം എന്നെ അയച്ചതാണ്. മറിയാമോ ഈ വീട്ടുകാരോ ആരും എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഞാൻ ആരുടെ ഇഷ്ടം ചെയ്യാനായിട്ട് ലോകത്തിലേക്ക് വന്നുവോ അവൻ എനിക്കൊരു സ്വർഗീയ പ്രോഗ്രാം കുറിച്ചു തന്നിട്ടുണ്ട്. ഞാനത് തക്ക സമയത്ത് നിവർത്തിക്കും. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? തന്റെ നാഴിക വന്നപ്പോൾ ആ സ്വർഗീയ ഘടികാരത്തിലേക്ക് താൻ നോക്കിയിട്ട് തന്റെ നാഴിക വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് വേലക്കാരോട് കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്ന യേശു ഒരിക്കൽ ദേവാലയത്തിലെ പെരുന്നാളിന് പോകുവാൻ ശിഷ്യന്മാര് കർത്താവിനെ പ്രേരിപ്പിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പെരുന്നാളിന് വരുന്നില്ല എന്ന് പറഞ്ഞു. അവരുടെ സമയത്തിന് താൻ പോയില്ല, എന്നാൽ തന്റെ സമയമായപ്പോൾ താൻ ആ പെരുന്നാളിന് പോയി. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നമ്മുടെ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഒരു ഫുൾനെസ് ഓഫ് ടൈമുണ്ട്, ഒരു പ്രത്യേക സമയമുണ്ട്. നമ്മൾ എത്ര താഴെ അറിഞ്ഞ് പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ സമയത്ത് മാത്രമേ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു, കർത്താവ് വളരെ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമാണ്, കർത്താവിനെ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമാണ് ബേഥാനിയയിലെ ലാസറിന്റെ ഭവനം. ഒരു ദിവസം കർത്താവിന് ഒരു അറിവ് കിട്ടി. എനിക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നെന്ന് സഹോദരിമാരുടെ ഒരു അറിയിപ്പ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, കർത്താവിന്റെ സ്ഥാനത്ത് നമ്മൾ വലിയൊരു ആയിരുന്നെങ്കിൽ സൂപ്പർ ജെറ്റ് വിമാനം എവിടെങ്കിലും കിട്ടുമെങ്കിൽ അത് ചാർട്ടർ ചെയ്താണെങ്കിലും അവിടെ ചെല്ലാൻ ശ്രമിച്ചതിനെ. കാരണം കൂറ് കാണിക്കാനായിട്ട്. കാരണം ഇത്രയും നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത കുടുംബത്തിലെ ഒരു സഹോദരന് ഒരു അസുഖമായിരിക്കുമെന്ന് കേട്ടാൽ നമ്മളവിടെ ചെന്നില്ലെങ്കിൽ 4 പേര് കേട്ടാൽ എന്ത് പറയും? അതുകൊണ്ട് പോവുക തന്നെ. പക്ഷെ ഇവിടെ നമ്മൾ കർത്താവിനെ കാണുന്നത് ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു വ്യക്തിയെ പോലെയാണ്. ലാസറിന് ദീനമായി കിടക്കുന്നത് കേട്ടപ്പോൾ യേശു എന്ത് ചെയ്യുന്നറിയാമോ? ഇല്ലാത്ത പ്രോഗ്രാം ഉണ്ടാക്കി തന്റെ ശിഷ്യന്മാരുടെ കൂടെ വേറൊരു സ്ഥലത്തോട്ടൊക്കെ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പോകുന്ന പോക്കില് ശിഷ്യന്മാർ തമ്മിൽ പിറുപിറുക്കുന്നുണ്ട്. ഈ ഗുരു എന്തൊരു നയമാണ് ഈ അവലംബിക്കുന്നത്, ഇത് ശരിയാണോ ഇത് എന്നൊക്കെ അവർ തമ്മിൽ ചോദിക്കുന്നുണ്ട്. ആ കൂട്ടത്തില് പ്രൈസ് ദി ലോർഡ് ശിഷ്യന്മാരിങ്ങനെ വീമ്പ് വിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ പ്രിയ സഹോദരനായ ലാസർ നിദ്ര ഇങ്ങനെ കർത്താവ് പറയും. ഉടനെ നമ്മുടെ ഇന്ത്യയുടെ അപ്പോസ്തലനായ തോമസ് ഒക്കെ ഉണ്ട് ആ കൂട്ടത്തില്. തോമസ് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആയുർവേദ വൈദ്യന്മാര് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സോക്കേടുകാരൻ ഉറങ്ങുകയാണെങ്കിൽ അവന് സുഖം വരുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തോമസ് പറഞ്ഞു, എന്നാ സോക്കേടിന് അല്പം ശാന്തി വരും എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ആ ഉറക്കമല്ല, അതല്ല, മരിക്കുന്നു. നമ്മുടെ പ്രിയ സഹോദരനായ ലാസർ മരിക്കുന്നു. അതും കർത്താവ് അറിഞ്ഞു. ദൂരെയാണ് ആള് എങ്കിലും പറഞ്ഞു. എന്നിട്ടും പോകാൻ തിടുക്കമില്ല. പ്രൈസ് ദി ലോർഡ്. അനേകർ അവിടെ ചെല്ലുന്നു, റീത്ത് സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ശവം അലങ്കരിക്കുന്നു. അവിടെ ശവക്കോട്ടയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ബന്ധപ്പെടുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും യേശുവിനെ അവിടെ എങ്ങും കാണുന്നില്ല. ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കർത്താവ് ഫോർമാലിറ്റിക്ക് വേണ്ടി ലാസറിന്റെ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ഒരു മരണ വീട്ടിൽ ചെന്നാല് നമ്മുടെ സാന്നിധ്യം കൊണ്ട് അവിടെ സാധിക്കുന്നത് ഒരു വസ്ത്രം ഇടുക, ഒരു റീത്ത് വെക്കുക, ആ ശവസംസ്കാരം ഭംഗിയായിട്ട് നടത്തുക,
ഇതൊക്കെയാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. എന്നാൽ യേശു ചെല്ലുന്നതുകൊണ്ട് സാധിക്കുന്നത് ഉയർപ്പുണ്ടാകുക. ക്രൈസ്തവോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തക്ക സമയത്ത് അവിടെ ചെന്നു. അവന്റെ നാഴിക വന്നപ്പോൾ അവൻ ലാസറിന്റെ കല്ലറക്കൽ ചെന്നു. ലാസറേ, പുറത്തു വരിക എന്ന് പറഞ്ഞു. ലാസർ ജീവിച്ച് പുറത്തു വന്നു. താൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അത് ഓരോ സംഭവത്തിന്റെ മുമ്പിലും തന്റെ സമയ പരിധിയിൽ അല്ലെങ്കിൽ തന്റെ സമയനിർണയത്തിൽ തക്ക സമയമാകുമ്പോൾ ഇടപെടുന്നവനായ കർത്താവ് നമ്മുടെ ജീവിതത്തിലും അത് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ അവന് ദീർഘക്ഷമയുള്ളവനായിരുന്നാലും, നോക്കണം, ആ വാക്ക് നിങ്ങൾ കുറിക്കൊള്ളണം. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണെങ്കിലും നിലവിളിക്കുന്ന ഭക്തന്മാരുടെ കാര്യത്തിലും അല്പം ക്ഷമിക്കുന്നവനാണ്. അല്പം ഡിലേ ഉണ്ട്. ദൈവത്തിന്റെ വൈദ്യുതേ, നീ എത്ര തലയറിഞ്ഞ് പ്രാർത്ഥിച്ചാലും എത്ര കണ്ണുനീരൊഴുക്കിയാലും അവന്റെ സമയനിർണയത്തിൽ മാത്രമേ അവൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ നിന്നെ അറിയിക്കും. അതുകൊണ്ട് നീ നിരാശപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ പലപ്പോഴും നാഴിക വന്നിട്ടില്ല എന്ന് പറയുകയും ദൈവം കുറിച്ചു കൊടുത്തതായ നാഴിക വരുമ്പോൾ അത് ചെയ്യുകയും ചെയ്തവനായ കർത്താവ് തന്റെ ഈ ജൈത്രയാത്രയുടെ അവസാന ഭാഗത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുക. മർക്കോസിന്റെ മാളികയിൽ അന്ത്യത്താഴം നൽകി നിറകണ്ണുകളോടുകൂടെ നിൽക്കുന്ന തന്റെ ശിഷ്യന്മാരോട് ഒരു യാത്ര പറഞ്ഞിട്ട് താന് യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് പോകുകയാണ്. ഗെത്സമനാൻ തോട്ടത്തിലേക്ക്, ഒലിവുമലയ്ക്ക് സ്തോത്രം പാടിയ ശേഷം മരണത്തെ അഭിമുഖീകരിക്കാനായിട്ട് പുറപ്പെടുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറയട്ടെ, മർക്കോസിന്റെ മാളികയിൽ വെച്ച് നമ്മുടെ കർത്താവ് ചെയ്ത ദീർഘപ്രസംഗങ്ങളും അതിനുശേഷം നടത്തിയ പ്രാർത്ഥനയുമാണ് യോഹന്നാന്റെ സുവിശേഷം 13, 14, 15, 16, 17 ഈ അധ്യായങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. ഈ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ വാക്യം നമ്മൾ കേട്ടല്ലോ. അവൻ സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ ചെന്ന് ദയവായിട്ട് ഈ അധ്യായം ഒന്ന് വായിക്കണം. ഈ അധ്യായത്തിൽ തന്റെ പിതാവിനോട് താൻ ഹൃദയം പകരുന്ന സമയത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് ഞാൻ വായിപ്പിക്കാതെ തന്നെ അങ്ങ് പറയുകയാണ്. 40-ാം സങ്കീർത്തനത്തിൽ ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പിതാവിനോട് പറയുകയാണ്, പിതാവേ, നീ എനിക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവർത്തികളെ ഞാൻ തികച്ചിരിക്കുന്നു. നീ ഭൂമിയിൽ എനിക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവർത്തികളെ ഞാൻ തികച്ചിരിക്കുന്നു. ഇനിയും ഞാൻ ഭൂമിയിൽ ഇരിക്കുന്നില്ല, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുവാൻ നേരത്ത് അവൻ ഇങ്ങനെ പറഞ്ഞു, ഭൂമിയോടവൻ ഇങ്ങനെ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. ഭൂമിയിൽ തന്റെ പ്രവൃത്തി, പിതാവേൽപ്പിച്ച ദൗത്യം തികച്ച ശേഷം അവൻ സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ആ വാക്ക് എന്നെ വളരെ സ്പർശിച്ചിട്ടുണ്ട്. ഇനിയും ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. നിങ്ങൾ ക്ഷമിക്കണം, നമ്മുടെ ആളുകൾ പലപ്പോഴും, പ്രത്യേകിച്ച് വിശ്വാസത്തിലൊക്കെ അല്പം ക്ഷീണിക്കുന്ന ആളുകൾ പലപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പറയുന്ന ഒരു വാക്യമായത്, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മിക്കവാറും അങ്ങനെ പറയുന്നതിന്റെ ഒരു മുൻഗണന സഹോദരിമാർക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും ഭാരങ്ങളോ പ്രയാസങ്ങളൊക്കെ വരുമ്പോ, നീ ഇപ്പൊ ഇരിക്കുന്നില്ല സഹോദരി, നീ ഇവിടെ ഇരിക്കുന്നില്ല, ഉടനെ പോവുകയാണെന്ന് പറഞ്ഞല്ലോ, എന്താ വല്ലതൊക്കെ ചെയ്തേച്ചാണോ പോകുന്നത്? അല്ല, ഒന്നും ചെയ്യാതെ പോവുക. ജീവിതത്തിലെ കർത്തവ്യങ്ങൾ ചെയ്യാതെ സ്ഥലം വിടാൻ ആഗ്രഹിക്കുന്ന അനേകം ആളുകൾ. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ കടക്കാരായി പിടിക്കും, കുറ്റവാളികളായി നിങ്ങളെ ദൈവം പിടിക്കും. എന്നാൽ ഇവിടെ യേശു പറയുന്നത്, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ ചാപ്റ്ററിൽ നീ എനിക്ക് ഭൂമിയിൽ ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവർത്തികളെ ഞാൻ തികച്ചിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയുണ്ടെങ്കിൽ അന്ന് നമുക്ക് ഉറക്കെ പറയാൻ കഴിയുന്ന
അത് കഴിയേണ്ടതായ ഒരു സത്യം ഇതായിരിക്കട്ടെ, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തികളെ ഞാൻ തികച്ചിരിക്കുന്നു. ചില ആളുകൾക്ക് ദൈവം എത്ര വർഷം ജീവിതം കൊടുത്താലും, 90 വയസ്സ് വരെ ജീവിക്കാൻ അവസരം കൊടുത്താലും, ചാകാൻ നേരത്തെ പറയാൻ അത് കഴിവുണ്ടെങ്കിൽ പറയുന്നത് ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല. നിനക്ക് അവസരം കിട്ടാഞ്ഞിട്ടാണോ? അല്ല, ചെയ്യാതിരുന്നത് കൊണ്ടാണ്. എന്നാൽ ഒരു ഐഡിയൽ ലൈഫ്, ഒരു മാതൃക ജീവിതം കാണുവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? 33 വയസ്സുള്ള ഒരു ജീവിതം ഇതാ എരിഞ്ഞടങ്ങുന്നു. ആ ജീവിതത്തിന്റെ ഒടുവിൽ നമ്മൾ കേൾക്കുന്നത്, നീ എനിക്ക് തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ തികച്ചിരിക്കുന്നു. കാൽവരി ക്രൂശിന്മേൽ ഇതിന്റെ ആവർത്തനം നമ്മൾ കേൾക്കുന്നു. ഫിനിഷ്ഡ്, നിവർത്തിയായി, പൂർത്തിയായി എന്ന് പറഞ്ഞാൽ ചിലർ മനസ്സിലാക്കുന്നത് എന്നാന്നറിയോ? യേശു ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം സഹിച്ചു നിവൃത്തിയായി എന്നാണ് ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയല്ല. ക്രൂശിന്മേൽ താൻ ആ ഉച്ചരിച്ച പദത്തിന്റെ അർത്ഥം, ഏതൊരു കാര്യം ചെയ്യുവാൻ വേണ്ടി താൻ സ്വർഗത്തോട് അനുവാദം വാങ്ങി ഭൂമിയിൽ വന്നുവോ, ആ ദൈവത്തിന്റെ പ്രവൃത്തി താൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് ക്രൂശിന്റെ ഒടുവിലത്തെ ശബ്ദമായിട്ട് നമ്മൾ മുഴങ്ങിക്കേൾക്കുന്നത്. നിവർത്തിയായി, ഫിനിഷ്, പൂർത്തിയായി. എന്റെയും നിങ്ങളുടെയും ജീവിതം എന്നെങ്കിലും ഒരിക്കൽ സമാപിക്കേണ്ടി വരുമ്പോൾ ഇത് പറയുവാൻ, ഒരു ജയക്കൊടി നാട്ടുവാൻ, ഒരു പോർ ജയിച്ച ഒരു സേനാനായകനെ പോലെ ഈ വാക്കുകൾ ഉച്ചരിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് ഇടയാകട്ടെ. നിവർത്തിയായി. ഇനി 1-2 കാര്യങ്ങൾ കൂടി കമ്പിവാക്കൽ പോലെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഭൂമിയിൽ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തികൾ ഞാൻ തികച്ചിരിക്കുന്നെന്ന് കർത്താവ് പറഞ്ഞല്ലോ. അതിന്റെ ഘടകങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മുഴുവൻ പ്രസംഗിക്കാൻ ഞാനിപ്പോൾ സമയം എടുക്കുന്നില്ല, എങ്കിലും നിങ്ങളത് വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. 1, നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമം ഞാൻ ഈ പ്രിയപ്പെട്ടവരുടെ നടുവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് യേശു ചെയ്ത ഒന്നാമത്തെ കാര്യം. തന്നെ അയച്ച പിതാവിന്റെ തിരുനാമം തന്റെ ജനത്തിന്റെ മധ്യത്തിൽ വെളിപ്പെടുത്തി. യേശു എന്നുള്ള പേരിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യഹോവ രക്ഷിതാവാണ്. എന്റെ ദൈവം രക്ഷിക്കുന്നുവെന്നാണ് യേശു വെളിപ്പെടുത്തിയത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ലോകത്തിൽ ചെയ്യാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ ദൈവത്തിന്റെ നാമം വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് സാക്ഷ്യം. അല്ലാതെ ജീവിതത്തിലെ ഇല്ലവലായികളല്ല എഴുന്നേറ്റെന്ന് പറയുന്നതല്ല. സാക്ഷ്യമെന്ന് പറയുന്നത് നിന്റെ ദൈവം വലിയവനാണ്. സഹോദരിമാരാരും പിണങ്ങാതിരിക്കാമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഒരിക്കലും ഒരു കർത്താവിന്റെ ദാസന് ഒരു വീട്ടിൽ ചെന്ന്, അപ്പൊ ഒരു സഹോദരി അവിടെ ഉണ്ട്, നല്ല ദൈവഭക്തിയൊക്കെ ഉള്ള ഒരു സഹോദരിയാണ്. ഈ ദൈവദാസൻ ഈ സഹോദരിയോട് ചോദിച്ചു, സഹോദരി എങ്ങനെയുണ്ട്, സന്തോഷമായിരിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഈ സഹോദരി പറഞ്ഞ മറുപടി കേൾക്കണോ? എന്റെ പാസ്റ്ററെ, ദൈവമല്ലാതെ വേറെ ആരുമില്ല. ദൈവത്തിന്റെ ദാസൻ ചോദിച്ചു, പിന്നെ ആരും കൂടെ വേണം? ചിലരുടെ പറച്ചിൽ കേട്ടാൽ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ടാൽ തോന്നും ഈ ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. Omnipotent, omniscient, omnipresent, all loving, സകല സൽഗുണങ്ങളുടെയും കഴിവുകളുടെയും ആകത്തുകയായിരിക്കുന്ന ദൈവം നിനക്ക് അനുകൂലമായിരിക്കുന്നത് പോലെയോ? ദൈവം മാത്രമേ ഉള്ളൂ എന്ന് നീ പറയരുത്. എനിക്ക് ദൈവം മതിയെന്ന് നീ പറയണം. പൗലോസ് ഒരിക്കൽ ദുഃഖത്തോടുകൂടി ആണെങ്കിലും ഒരിക്കൽ ഇങ്ങനെ എഴുതി, നിങ്ങൾ വായിച്ചിട്ടില്ലേ? എന്റെ ഒന്നാമത്തെ പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു, എങ്കിലും കർത്താവോ എനിക്ക് തുണ നിന്ന്. എല്ലാവരും പോയാലും കർത്താവ് തുണയുണ്ടെങ്കിൽ അത് മതി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതെ, ദൈവനാമം മറ്റുള്ളവരുടെ നടുവിൽ മഹത്വപ്പെടുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. വേറൊരു കാര്യം കേൾക്കണോ? നീ എനിക്ക് തന്നിട്ടുള്ളവരായ ഈ പ്രിയപ്പെട്ടവർ, തന്റെ അടുക്കൽ കുറച്ച് പാവപ്പെട്ട ശിഷ്യന്മാരിപ്പുണ്ട്, കൂടാതെ നമ്മളെയും അവൻ ആത്മാവിൽ ദൂരവേ കണ്ടു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, നീ എനിക്ക് തന്നിട്ടുള്ളവരായ ഇവർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു.
തന്നെയുമല്ല, നീ എനിക്ക് തന്ന വചനം ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു. ഐ ഗേവ് ദം ദൈ വേർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ വചനം ഞാൻ അവർക്ക് നൽകി. മൂന്നാമതായിട്ട് താൻ പറഞ്ഞത്, ഞാൻ എന്റെ പിതാവേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ഐഡിയൽ ഇവാഞ്ചലിസ്റ്റ്, ഐഡിയൽ പാസ്റ്റർ, ഇത് മൂന്നും ചെയ്യുന്നവരായിരിക്കണം. ഒന്ന്, ദൈവത്തിന്റെ നാമം ജനത്തിന് വെളിപ്പെടുത്തണം. രണ്ടാമതായിട്ട് ദൈവവചനം അവർക്ക് നൽകണം. മൂന്നാമതായി അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അമേരിക്കയുടെ മണ്ണിൽ താമസിക്കുന്ന കേരള മക്കളായിരിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, മാതാപിതാക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇത് മൂന്നും ഇവിടെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ ദൈവം, പിതാക്കന്മാരുടെ ദൈവം മതിയായവനാണെന്ന്, നിങ്ങളെ നടത്തിയതായ ദൈവം വലിയവനാണെന്ന് അവന്റെ നാമം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തുന്നുണ്ടോ? രണ്ടാമതായിട്ട് നിങ്ങൾക്ക് രക്ഷാകരമായി തീർന്ന വചനം നിങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ? മൂന്നാമതായിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ക്രൈസ്തലോ, കുറഞ്ഞ പക്ഷം ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ കണ്ണടക്കാൻ നേരത്ത് ദൈവമേ നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറയുന്നത്, കർത്താവ് വരാൻ താമസമുണ്ടെങ്കിൽ, നമുക്ക് മരണത്തിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, വെറുതെ കിടന്ന് ഉരുളുക, അവിടെ വെച്ചിരിക്കുന്നത് എടുത്തോണ്ട് വരാൻ പറയുക. പ്രൈസ് ദി ലോർഡ്. ജീരവെള്ളം തൊട്ടുകൊടുക്കാൻ ബന്ധപ്പെടുക. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിയാൻ കർത്താവ് ഒരു അവസരം തരികയാണെങ്കിൽ അന്നേരത്തെ ക്രൈം നീഡ് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ഞാൻ ചെയ്തിരിക്കുന്നു, നീ എനിക്ക് തന്നിരിക്കുന്ന പ്രവൃത്തികളെ ഞാൻ തികച്ചിരിക്കുന്നു, നിന്റെ ജനത്തിന് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞാൽ നിനക്ക് വലിയ ബുദ്ധിമുട്ട് കൂടാതെ പർദീസയിലോട്ട് പോകുവാൻ സാധിക്കും. ഹല്ലേലൂയ. അല്ലാതെ ഞാൻ അവർക്ക് വേണ്ടി ഇത്ര കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു, ഇത്ര ബാങ്ക് നിക്ഷേപങ്ങൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു, 4 തലമുറ കഴിച്ചാലും തീരാത്തവണ്ണം ഞാൻ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും അവരുടെ ആത്മാവിന് വേണ്ടി ചെറുവിരൽ അനക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിനക്ക് അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യശിക്ഷയിലേക്ക് കാലുവെച്ചവൻ ഇപ്പോൾ ഇതാ പറയുന്നു, പിതാവേ നാഴിക വന്നിരിക്കുന്നു, ഞാൻ നിങ്ങളൊക്കെ ഈ യാഥാർത്ഥ്യങ്ങളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുഞ്ഞുപദേശി പാടിയതുപോലെ, ഒന്നുകിൽ ക്രിസ്തന്റെ കാഹള ഊതും ധ്വനി കേൾക്കും, അല്ലെങ്കിൽ വിശ്രമവാസത്തിലാകും. ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. എന്റെ ആത്മാവേ, നീ ഏതിനു വേണ്ടി ഒരുങ്ങുക. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. കർത്താവ് വരുവാൻ താമസമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വെച്ച് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. കാണണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെല്ലാവരും ആശീർവദിക്കട്ടെ.